ഹലോ ഗൈസ്, ഇന്നലെ ബിനാലെ കണ്ടിട്ട് ചെമ്മനാരിൽ വല്യമ്മയുടെ വീട്ടിലേക്കാണ് വന്നത്. ഇത് കണ്ടോ, പിസ്താടത്തോടും തുണിയൊക്കെ വെച്ച് വല്യമ്മ ചെയ്തതാണിത്. സിമ്പിൾ ആയിട്ടുള്ള സാധനം, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ബൊക്കെ അളിയും ചെയ്തതാണ്. ഇത് സെയിലും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൂല ഹൂപ്പ് കണ്ടത്. പിന്നെ അതെടുത്ത് കറക്കി നോക്കി. ആദ്യം ഒരു 5-6 റൗണ്ട് കറക്കാൻ പറ്റിയെങ്കിലും ക്യാമറ വെച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതെണ്ണം പണ്ടുണ്ടാക്കിയ ഒരു കൊക്കാണ്, നമ്മുടെ സീലിംഗിന്റെ ഒക്കെ മെറ്റീരിയൽ വെച്ചിട്ട്. ഉച്ചയായപ്പോൾ അവിടെ ചോറും കഴിച്ച് പള്ളിപ്പുറത്തേക്ക് പോകാൻ ഇറങ്ങി. ബോട്ട് ചട്ടിയിൽ നോക്കുമ്പോൾ ചെമ്മീനെ കണ്ടു. ദാ ഈ ഇരിക്കുന്ന ഫുള്ള് ചെമ്മീനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടും വന്നു. അപ്പോൾ ഒരാളാണ് നോക്കി ഇൻഫ്ലുവൻസറെ എന്ന് വിളിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഇതെന്തും മറിമായും. ഇതാണ് അഖിൽ മച്ചാൻ. ഞങ്ങൾ തമ്മിൽ മുൻപരിചയമൊന്നുമില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ആളും വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അക്കരെ എത്തി. ഇവിടെയുണ്ട് മില്യൺസ് ഓഫ് ചെമ്മീൻ, പക്ഷേ ഇത് ഫുള്ള് കുഞ്ഞാണ്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിച്ച് വീട്ടിലെത്തി. 5 മണി കഴിഞ്ഞപ്പോൾ കുളിച്ച് റെഡിയായി കൊണ്ടുകൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. വടക്കൻ അമ്പലത്തിൽ ഉത്സവമാണ് ഇന്ന്. മകം വേലയും. പോകുന്ന വഴി പന്നിയിറച്ചി വാങ്ങി അനിയന്റെ കൊടുത്തു വിട്ടു. വേല ഏകദേശം അമ്പലത്തിലേക്ക് എത്താറായി. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്കാരൻ വന്ന് പറഞ്ഞു, ആഹാ എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നു. ആൻഡ് ഇറ്റ് വാസ് ലിറ്ററലി തീവാർന്ന പരിപാടി. അഘോരി വേഷമിട്ട് കുറെ പേര് തീ തുപ്പുന്നു, തീ തിന്നുന്നു, പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. ആൻഡ് ഇതായിരുന്നു ഇവരുടെ പ്രകടനങ്ങൾ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ. ഡീസൽ വെച്ചിട്ടാണ് ഇവർ തീ കത്തിക്കുന്നത്. റോഡ് വരെ കത്തിച്ചു. കുറച്ചു നേരം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ബാക്കിയും പരിപാടികൾ കാണണമല്ലോ. ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും പേരൊന്നും അറിയില്ല. ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ചടുലമായ ചുവടുകൾ, പക്ഷേ ഇതിന്റെയും പേരറിയില്ല. ഇത് നോക്ക്, നിലവിളക്കം കത്തിച്ച് തലവെച്ചോണ്ടാണ് ഈ കളിക്കണേ. നമ്മളൊക്കെ കയ്യിലെടുത്ത് നടക്കുമ്പോൾ തന്നെ എണ്ണ തറ വീഴും. എന്താ സ്റ്റെബിലിറ്റി. അങ്ങനെ നമ്മൾ നടന്ന അമ്പലത്തിലെത്തി. ഇവന്മാരെ കണ്ടിട്ട് പിള്ളേരൊക്കെ തെക്ക് വടക്ക് പായുന്നു. ചില പിള്ളേരൊക്കെ ഇവർ മനഃപൂർവ്വം പേടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ എന്ത് മനസ്സ് കാണാവോ കിട്ടുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ മാറിയിരുന്നു. ഇന്ന് ഗാനമേളയാണ്, പക്ഷേ തുള്ളാനും ചാടാനൊന്നും നിന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. പിന്നെ പോയി അന്നദാനം കഴിച്ച് തിരിച്ചു വന്നു. വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 കഴിഞ്ഞപ്പോൾ ഗാനമേള കഴിഞ്ഞു. അപ്പോൾ വെടിക്കെട്ടും തുടങ്ങി. പണ്ടി കൊടയൊക്കെ എടുക്കാൻ ഓടുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇത് പറഞ്ഞ സ്റ്റേജിന്റെ മുകളിലാണ് വന്ന് വീണത്. ഇന്നും കഴിച്ചൊരു മാങ്കോ ബാർ. ഇതാണ് എന്റെ ഫേവറേറ്റ് ആണ്. ഷുഗർ കട്ട് ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പരിസരത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ അവിടെ വേടന്റെ പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഓടി. അണ്ണനും ഓടി. ചെന്ന് നോക്കുമ്പോൾ ഇത് ചെക്കന്മാർ വാഴക്കൊല വരെ വലിച്ചൊടിച്ചു. ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുകയാണ്. ബാക്കി നാളെ. അപ്പോൾ ബൈ.